എയർപോർട്ടിൽ ഇപ്പോൾ ഒരുപാട് ബാഗ് കാണാതെ പോകുന്നുണ്ട്. എല്ലാവരും സൂക്ഷിച്ചോളം, കേട്ടല്ലോ. രാംനഗറിൽ അവധിക്ക് പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞ എനിക്ക് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു പോകാനാ വളരെയധികം ഇഷ്ടം. മാഡം, മാഡത്തിന്റെ സൂക്കേഴ്സ് എന്താ ഇപ്പോഴും വരാത്തെ? എടാ, അത് വരികയൊന്നുമല്ല, പോവുകയാണ്. സംശയമുണ്ടോ? എടാ കഴുത, ബെൽറ്റിലാണ് സൂട്ട് കേസ് വരുന്നത്. നീ അങ്ങോട്ടൊന്ന് നോക്കടാ കഴുത. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, അത് എന്റെ ബാഗാണ്. അതെനിക്കറിയാം. ഇയാളെന്തായാലും നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആള് തന്നെയാണ്. ഞാൻ കണ്ടില്ലേ, മാഡത്തിന്റെ ബാഗ് പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഇട പുറത്തേക്ക് കൊണ്ടുപോവല്ല, മോഷ്ടിച്ചോണ്ട് പോവുക. പിടിക്കവനെ. കള്ളൻ! നിക്കടാ, കള്ളാ. കുട്ടികളെ, അവൻ പുറത്തേക്ക് ഓടുകയാണ്. ഇവരെല്ലാം വലിയ ഗ്യാങ് ആണ്. വേഗം സെക്യൂരിറ്റി വിളിക്ക്. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, സെക്യൂരിറ്റി. യെസ് മാഡം. ഹണി, നീ എന്തിനാ ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? മാഡം തന്നെയാണ് സെക്യൂരിറ്റിയെ വിളിക്കാൻ പറഞ്ഞത്. മാഡം പറഞ്ഞാ പിന്നെ സെക്യൂരിറ്റിയെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവര് പുറത്തേക്ക് പോവാണ്. പിടിക്ക്. വേണ്ട കുട്ടികളെ, അവിടെ നിക്ക്. അവര് വലിയ ഗ്യാങ് ആണ്. അയാളതാ ഓടിപ്പോകുന്നു. അവര് ഓടുകയൊന്നുമല്ല, ദാ കാറിൽ കയറി ഇരിക്കുകയാണ്. വേഗം പോ. ഇനിയും വേഗത്തിൽ പണി, ഇനിയും വേഗത്തിൽ. ഇനി ഇങ്ങനെ വേഗത്തിൽ പോവാനാ? ട്രോളിൽ എന്താ ആക്സിലേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടോ? ഒരുപാട് വേഗത്തിൽ അങ്ങോട്ട് പോകാനായിട്ട്. ഇയാളെ ഉടൻ തന്നെ നിർത്തിയേ മതിയാകൂ. എടാ, ബാരിക്കേഡ്സ് മാറിക്കോ. ബണ്ണേ, നിർത്ത്. എടാ കഴുതേ, ട്രോളിയിൽ ആക്സിലേറ്റർ ഇല്ലല്ലോ, അപ്പൊ പിന്നെ ബ്രേക്കും ഉണ്ടാവില്ലല്ലോ. കൊള്ളാം, ഇതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന്റെ മൂക്കിലേക്കാണ് പോയത്. അത് പണ്ട് വായിക്കൊക്കെ തെറ്റിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. നിങ്ങളെ കുസൃതി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇന്നെന്താ പറന്ന് പറന്ന് വന്നാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോറി പാണ്ഡ സാറേ, ഞങ്ങൾ എയർപോർട്ടിലെ ബാഗ് കള്ളന്മാരെ പിടിക്കാൻ പോവുകയായിരുന്നു. ഹണി, അതാ പോകുന്നു കള്ളൻ, നോക്ക്. സാർ വേഗം പുറകെ വാ. അതെങ്ങനെ നിങ്ങളെ പറഞ്ഞു പുറകെ വരാൻ കഴിയും? റിപ്പോർട്ട് എഴുതണം. ഇതാ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞു. ഇനിയൊന്ന് വേഗം വാ. അങ്ങിരിക്ക്, ഞാൻ വണ്ടി ഓടിക്കാം. ഞാൻ കേറിയില്ല. ബണി, ഇൻസ്പെക്ടർ പാണ്ഡ ജീപ്പിൽ കേറിയിട്ടില്ല. എടാ നിൽക്ക, ഞാൻ കേറിയിട്ടില്ല. ഇരുന്ന് കഴിഞ്ഞു, ഇനി വണ്ടി എടുത്തോ.
മുന്നിൽ ട്രാഫിക് ജാമാണ്. ഇനി അവന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സംശയട്ടോ? ഈഷ് ട്രിപ്പിൾസ് പോവുകയാണ്. ഇത് നിയമപ്രകാരം തെറ്റാണ്. സാറ് ട്രിപ്പിൾ സീറ്റ് മാത്രമേ കാണുന്നുള്ളൂ. അവന്മാരെ ബാഗ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. അത് അതിനേക്കാളും വലിയ കുറ്റമാണ്. സംശയമുണ്ടോ? ഈഷ് ഞാനിവരെ രണ്ട് നിയമപ്രകാരം അകത്താക്കും. പിടിക്കവരെ. എന്റെ ഡോറ് എന്തുകൂടെ കാണിക്കുന്നേ? എന്നാ പോക്കാവന്മാര് പോന്നേ? തീർച്ചയായിട്ടും അവർ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ ഒരു സാധ്യതയും ഇല്ല. അതെ, ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ച സാധനവും കണ്ടെത്താനാവും. ഇന്ന് ഞാൻ ഇവരെ വിടില്ല. വരൂ. ഇത് ബാഗ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെന്നാ തോന്നുന്നത്. ഇതൊന്നും ഉണ്ടാക്കിയതല്ല, മോഷ്ടിച്ചതാണ്. ഈഷ്, ഞാൻ കുടുങ്ങി. ഞാൻ കുടുങ്ങി. ഇപ്പൊ ഇതാ മടങ്ങി. അത് ശരി, പോലീസിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണോ? ഇത് കൊള്ളാം. ഗ്രൂപ്പ് സ്റ്റഡീസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പായിട്ടുള്ള കള്ളന്മാരെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. സംശയമുണ്ടോ? ഈഷ്, ഞാനിതാ വീണ്ടും കുടുങ്ങി. എടോ, സൂട്ട് കേസ് ഒന്ന് വലിച്ചെറിയരുത്. അതിനകത്തുള്ള സാധനങ്ങളൊക്കെ പൊട്ടിപ്പോ. കൂട്ടുകാരെ, നിങ്ങൾ ബാഗ്സ് എല്ലാം ശ്രദ്ധിച്ചോളൂ. എന്തായാലും ഇവന്മാരുടെ കാര്യം ഇനി ഞാൻ ഏറ്റു. ആഹാ.
അടി, പോർട്ടർ, അവിടുന്ന് വേഗം ഓടിക്കോ. അയ്യോ ഞാനിതാ കുടുങ്ങി. അയ്യോ. നിങ്ങളല്ലേ ബാങ്ക് മോഷ്ടാവ്? ഇനി ജയിലിൽ കിടക്കാൻ പറ്റില്ല. നിനക്കുള്ള സമയം എത്തിപ്പോയി. അടിപൊളി കുട്ടികളെ, നിങ്ങൾക്കാണ് ഒരു വലിയ ഗ്യാങ് ഇത് പിടിപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താവാനാ, ഇതുവരെ ഞങ്ങൾക്ക് മാഡത്തിന്റെ ബാഗ് കിട്ടിയില്ലല്ലോ. ഇൻസ്പെക്ടർ പാണ്ട അത് വേഗം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് ഈ ബാഗുകളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഈഷ്, ഞാൻ ഇൻസ്പെക്ടറാണ്. അതുകൊണ്ടാണ് അങ്ങയോട് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കള്ളന്മാർ മോഷ്ടിക്കും, പോലീസുകാരത് കണ്ടെത്തും. ഏ? അതെ, അതുതാ ഇവിടെ ഉണ്ട്, കിട്ടിപ്പോയി. കബഡിക്കുകയാണോ? നിന്നെ ഞാൻ വിടില്ല. ഏയ്. ഏയ്.